രമേശിന്റെയും പിണറായി വിജയന്റെയും താല്പര്യം കൊണ്ടാണ് അന്ന് ചെയ്തത്. ഇതൊരു പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീമായി മാറി. ശ്രീ രമേശ് ചെന്നിത്തലയുടെ അടക്കം നേതൃത്വത്തിൽ ഈ SIT കുറെ കൂടെ വിശ്വാസം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ SIT പറയുന്ന കാര്യങ്ങൾ ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം വിശ്വാസിയും ഭക്തനുമാണ്. അപ്പൊ അദ്ദേഹത്തെ പോലൊരു വ്യക്തി ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവ് ഒരു കാര്യം ചെയ്യുമെന്ന് ആരും കരുതില്ല. പക്ഷേ SITയുടെ അടിസ്ഥാനപരമായ പ്രശ്നം, ഞാൻ ഗോപികൃഷ്ണനോട് വളരെ സിമ്പിൾ ആയ ഒരു കാര്യം ചോദിക്കാം. ഇത്രയും മാസങ്ങളായില്ലേ, എത്ര സ്വർണം പോയി, ആരെടുത്തു, ഇതുവരെ പറയുന്നില്ലല്ലോ. ശ്രീ പ്രശാന്ത് അടക്കം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണല്ലോ അവകാശപ്പെടുന്നത്. ഈ സ്വർണം ആര് കൊണ്ടുപോയി? പോട്ടെ, ഏറ്റവും മിനിമം എത്ര സ്വർണം പോയി എന്ന് ഇത്രയും മാസങ്ങളായിട്ട് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു SIT എന്ത് തരം SIT ആണ്? ഇനിയും ഓരോ SIT ചെയ്ത കള്ളത്തരങ്ങളും കൂടെ പെട്ടെന്ന് ഞാൻ പറയാം. SIT ശബരിമല തന്ത്രിയുടെ വീട്ടിൽ നിന്ന് വാജിവാഹനം റെയ്ഡ് ചെയ്തെടുത്തു. ഏത് വാജിവാഹനം? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അറിയിച്ച് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി തന്ത്രിയുടെ വീട്ടിലേക്ക് ദേവസ്വം ബോർഡുകാര് ഒരു ആഘോഷമായി ചെന്ന് ഒരു പരിപാടി നടത്തി കൊടുത്തുവിട്ടത്. ഈ വാജിവാഹനം അടക്കം ഇവര് SITയുടെ കള്ളത്തരവും വ്യാജ കഥകളുമായിരുന്നു. ഇനിയും 24 ചാനലിന്റെയും കൂടി തെറ്റായ രീതിയിൽ സ്വാധീനിച്ച് തന്ത്രിക്ക് ജാമ്യം കിട്ടുന്നതിന്റെ തലേ ദിവസം തനിക്ക് കൊള്ളയിൽ പങ്കുണ്ട് എന്ന് തന്ത്രി സമ്മതിച്ചു എന്ന് താങ്കളുടെ അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങളിൽ അവർ വാർത്ത കൊടുത്തു. എന്തുവരെ SIT ആണിത്? അപ്പോ ഈ SIT CPMന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ തുള്ളി. ഇനി രണ്ട്, എനിക്ക് CPM കാരോട് ജീവിതത്തിൽ ഒരു മമതയില്ലാത്ത വ്യക്തിയാണ്. പക്ഷേ ഞാൻ കടകംപള്ളി സുരേന്ദ്രൻ സാറിന്റെ അടക്കം കാര്യം പറഞ്ഞിരുന്നു. അവർക്കൊന്നും ഇതിൽ ഒരു പങ്കുണ്ടാകാനുള്ള സാധ്യതയില്ല. രണ്ട്, നമ്മുടെ SP ഹരിശങ്കറിന്റെ പിതാവ്, നമ്മുടെ പഴയ ദേവസ്വം ബോർഡ് മെമ്പർ, അദ്ദേഹം ശങ്കർദാസ് ജി, അദ്ദേഹം വയ്യാതെ കിടക്കുകയാണ്. അദ്ദേഹത്തെയൊക്കെ അറസ്റ്റ് ചെയ്ത് പ്രകമ്പനങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയല്ലോ. എന്തെങ്കിലും റിസൾട്ട് ഇത്രയും കാലമായിട്ടുണ്ടോ? അപ്പൊ SIT പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും ഈ വായുവിൽ എഴുതി വെക്കുന്ന കാര്യങ്ങളാണ്. കോൺക്രീറ്റ് ആയ ഒരു കാര്യങ്ങൾക്കും അവർക്ക് ഇതുവരെ തെളിവ് കണ്ടെത്താനോ ബാക്കി കാര്യങ്ങളോ നടത്തിയിട്ടില്ല. ഈ 90 ദിവസത്തിനുള്ളിൽ. ശ്രീ രാഹുൽ ഈശ്വർ, ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, താങ്കളെ തടസ്സപ്പെടുത്തിയതാണെന്ന് കരുതണ്ട. ശരി, താങ്കൾ പറഞ്ഞതുപോലെ SITയിൽ താങ്കൾക്ക് വിശ്വാസമില്ല, അതിന് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് SIT പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപവും താങ്കൾക്കുണ്ട്. താങ്കൾ അതിന് താങ്കളുടെ വാദം ന്യായീകരിക്കുന്ന ചില ഭാഗങ്ങൾ പറഞ്ഞു. ഞാൻ ഈ ഇടക്കാല ഉത്തരവിലെ 2 ഭാഗങ്ങൾ മാത്രം താങ്കൾ വായിച്ചു കാണുമെങ്കിലും, വി ഡയറക്ട് ദ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ടു പ്രൊസീഡ് വിത്ത് അറ്റ്മോസ്റ്റ് എക്സ്പെഡീഷൻ ആൻഡ് ഡിലിജൻസ് അറ്റ് ദെയർ കമാൻഡ്. The investigation shall be carried to its logical conclusion by ensuring that no aspect of the matter remains unexplored. Every endeavor shall be made to ensure that no stone is left unturned in unearthing the truth and bringing all those found responsible to justice in accordance with the law. ഈ വിശ്വാസമില്ലാത്തൊരു SITയെ കുറിച്ചാണോ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ഈ പറഞ്ഞത്? രണ്ട്, തന്ത്രി കണ്ഠരര് രാജീവരുടെ ഭാഗം പറയുന്നത്, ദ റിപ്പോർട്ട് ഫർദർ സ്റ്റേറ്റ്സ് ദാറ്റ് ഓവർവെൽമിംഗ് മെറ്റീരിയൽസ് ഹാവ് ബീൻ കളക്റ്റഡ് clearly establishing the role of 1. Sri Murari Babu, 2. Sri Unnikrishnan Poti, 3. Sri Pankaj Bandhari, 4. PS Prashant, 5. Advocate A. Ajikumar, 6. Sri Kandharari Rajivara, and 7. Sri Regilal. The special investigation team has concluded that acts committed by the accused acting in concert and pursuant to a premeditated criminal conspiracy disclose the commission of offences including criminal breach of trust, forgery and criminal conspiracy. ഇടക്കാല ഉത്തരവിൽ പറയുന്നതാണ്. താങ്കൾ പറഞ്ഞ 2 കാര്യങ്ങൾ ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന 2 ഭാഗങ്ങൾ അല്ലെ? SIT ഇടക്കാല ഉത്തരവിൽ SITയുടെ വാദങ്ങൾ, അതെ, ആ വാദങ്ങളുടെ ഭാഗമായിട്ടാണല്ലോ പ്രത്യേകം അന്വേഷിച്ചോളം പറഞ്ഞിരിക്കുന്നത്. ആ വാദങ്ങൾ അംഗീകരിച്ചതിന്റെ ഭാഗമായിട്ടാണല്ലോ, ആ റിപ്പോർട്ട് അംഗീകരിച്ചതിന്റെ ഭാഗമായിട്ടാണല്ലോ. അല്ല, എന്ന് ഓർക്കണം, കോടതിയിൽ ഒരു കാര്യം അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ കോടതി അന്വേഷിക്കേണ്ടെന്ന് പറയില്ല. ഈ SITയുടെ മുമ്പത്തെ 2-3 വാദങ്ങൾ പറയാം. അയ്യപ്പന്റെ അനുജ്ഞ മേടിച്ചില്ല തന്ത്രി. SIT അയ്യപ്പനെ ചോദ്യം ചെയ്തോ അയ്യപ്പന്റെ മൊഴിയെടുത്തോ എന്നറിയില്ല. അതായത് തന്ത്രി. ഇനി തന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഞാൻ ആലങ്കാരികമായി പറയുകയാണ്, ബഹുമാനപ്പെട്ട കണ്ഠരര് രാജീവരുടെ ഭാഗത്തു നിന്ന് 2-3 തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ തെറ്റ്, 2025 ഹൈക്കോടതി കണ്ടെത്തിയ സ്വർണ്ണക്കൊള്ള 2019 അദ്ദേഹം മുൻകൂട്ടി അറിഞ്ഞ് കായികമായി ഈ സ്വർണ്ണപ്പാളികൾ എടുത്തുകൊണ്ട് പോകുന്നത് തടഞ്ഞില്ല. അത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ളൊരു തെറ്റാണ്. 2, അയ്യപ്പൻ തന്ത്രിക്ക് അനുമതി കൊടുത്തപ്പോ അതിന്റെ വാട്സാപ്പ് സ്ക്രീൻഷോട്ടോ ഇമെയിലോ ഒന്നും പുള്ളി സൂക്ഷിച്ചു വെച്ചിട്ടില്ല. അത് തീർച്ചയായും അദ്ദേഹത്തിന്റെ ഒരു തെറ്റാണ്. 3, ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വാജിവാഹനം അങ്ങോട്ട് നിർബന്ധിച്ചു കൊടുത്ത കാര്യം ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് റെയ്ഡ് ചെയ്തെടുത്തപ്പോ SIT കള്ളക്കളി കളിക്കുകയാണ് എന്ന് അദ്ദേഹത്തിന്റെ മാന്യതയിൽ നിന്ന് അദ്ദേഹം പബ്ലിക്കലി തുറന്നു പറഞ്ഞില്ല. SIT പറയുന്ന പച്ച കള്ളങ്ങളല്ലേ ഇത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പോട്ടെ, ഗോപികൃഷ്ണനോട് ഒരൊറ്റ ചോദ്യം ചോദിക്കാം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ളതല്ലേ? ഹൈക്കോടതിയുടെ അനുമതിയോടെ വാജിവാഹനം കൊടുത്തതല്ലേ? ആ വാജിവാഹനം എന്തിനായിരുന്നു തന്ത്രിയുടെ വീട്ടിൽ നിന്ന് റെയ്ഡ് ചെയ്തത്? 2, അയ്യപ്പന്റെ അനുമതി ഇല്ലാന്ന് SITക്കാർ ആകാശത്ത് നോക്കി കണ്ടുപിടിച്ചോ? SITക്കാർ ദേവപ്രശ്നം നോക്കി കണ്ടുപിടിച്ചോ? ചുമ്മാ കള്ളം പറയുവാണ് സാർ. SIT അവരുടെ നിലനിൽപ്പിന് വേണ്ടിയോ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ മുമ്പ് ഗവൺമെന്റിന്റെ കാലത്ത് ധാരാളം കള്ളം പറഞ്ഞു. ഇനി ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. രാഹുൽ ഈശ്വറിന്റെ വാക്കുകളല്ല, കൊല്ലം കോടതിയുടെ വാക്കുകളാണ്.
തന്ത്രിക്ക് ശ്രീകോവിലിനുള്ളിലുള്ള കാര്യങ്ങൾക്ക് മാത്രമേ അധികാരവും അവകാശവും ഉള്ളൂ. അതായത് ഏതൊരു അമ്പലത്തിലും സെക്കുലർ അഡ്മിനിസ്ട്രേഷൻ നോക്കുന്നത് ദേവസ്വം ബോർഡാണ്. റിച്വലിസ്റ്റിക് റിലീജിയസ് ആചാരപരമായ കാര്യങ്ങൾ നോക്കുന്നത് തന്ത്രിയാണ്. ആ തന്ത്രിക്ക് ശ്രീകോവിലിനുള്ളിലുള്ള കാര്യങ്ങൾക്ക് അധികാരവും അവകാശവും ഉള്ളൂ. വെളിയിലുള്ള കാര്യങ്ങളാണ് നടന്നത്, അത് ദേവസ്വം ബോർഡ് നോക്കേണ്ടതായിരുന്നു. അപ്പം മനഃപൂർവ്വം തന്ത്രിയെ കൊടുക്കാൻ വേണ്ടി ശ്രീ രാഹുൽ ഈശ്വർ, അൺഫോർച്ചുനേറ്റ്ലി ദിസ് റിപ്പോർട്ട് സ്പീക്സ് അബൌട്ട് കോൺസ്പിറസി, ക്രിമിനൽ കോൺസ്പിറസി. ഞാൻ ചോദിക്കുന്നതേ ഇതായിട്ട് മോശമായി കരുതരുത്. ഇതേ SITയുടെ റിപ്പോർട്ടല്ലേ തന്ത്രി അനുമതി മേടിച്ചില്ലെന്ന് പറഞ്ഞത്? ഇതേ SITയുടെ റിപ്പോർട്ടല്ലേ തന്ത്രി വാജിവാഹനം എടുത്തുകൊണ്ട് പോയി 500 കോടി രൂപ എന്ന് പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയത്? ഇതേ SITയുടെ റിപ്പോർട്ടല്ലേ നമ്മൾ മുമ്പ് താഴെ വീഴുന്നത് കണ്ടത്? ഇതേ SITക്കെതിരെയല്ലേ കൊല്ലം ഹൈക്കോടതിയുടെ ശക്തമായ പരാമർശങ്ങൾ ഉണ്ടായത്? അവർ പിന്നെ ഹൈക്കോടതിയിലേക്ക് പോയി. ഇതിന്റെ പ്രശ്നമേ, ഞാനത് ആ വാക്ക് ഉപയോഗിക്കുന്നതിനോട് ക്ഷമിക്കണം, ഈ SIT എല്ലാ SITകളും അല്ല, ഈ SIT ഒരു തട്ടിപ്പും തട്ടിക്കൂട്ടുമാണ്. അതല്ല എന്ന് തെളിയിക്കണമെങ്കിൽ ഹൈക്കോടതിയുടെ ഫൈനൽ വിധി വരണം. 90 ദിവസത്തിനുള്ളിൽ എനിക്കൊരു ചെറിയ സംശയം ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ എനിക്ക് ഓർമ്മയുണ്ട് മുൻപ് നമ്മൾ നടത്തിയിട്ടുള്ള പല ചർച്ചകളിലും പങ്കെടുക്കുമ്പോൾ ശ്രീ രാഹുൽ ഈശ്വർ താങ്കളുടെ നിലപാട് SIT വസ്തുതകൾ കണ്ടെത്തുന്ന ഒരു സംഘമായിരിക്കുമെന്നും ഈ രാഷ്ട്രീയ അതീതമായും നിഷ്പക്ഷമായും പരിശോധനകൾ നടത്തുമെന്ന വിശ്വാസവും താങ്കൾക്കുണ്ടായിരുന്നു. ഏത് ഘട്ടത്തിലാണ് താങ്കൾക്ക് SITയിലുള്ള വിശ്വാസം പോയത്? തന്ത്രി കണ്ഠരര് രാജീവരുടെ പേര് അതിലേക്ക് വന്നതിന് ശേഷമാണോ? അതിനു മുമ്പ് ജസ്റ്റിസ് ബദറുദ്ദീൻ വളരെ കൃത്യമായി തന്നെ SITയെ കുറിച്ച് നിരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. ജസ്റ്റിസ് ബദറുദ്ദീൻ അതും ഒരു ഹൈക്കോടതി ജഡ്ജി തന്നെയാണല്ലോ, അദ്ദേഹം മറ്റൊരു കോണ്ടെക്സ്റ്റിലാണെങ്കിലും ജസ്റ്റിസ് ബദറുദ്ദീൻ പറയുന്നത് ഇലക്ഷൻ അടുത്തെത്തിയപ്പോൾ SIT രാഷ്ട്രീയ കാരണങ്ങളാൽ ആരിലേക്കും പോകുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് CPM-കാരോട് രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസമാണ്, പക്ഷെ അവരെയും ഇത് ഉപയോഗിച്ച് വേട്ടയാടണമെന്നൊന്നും അഭിപ്രായമില്ല. ഏറ്റവും മിനിമം ഒരു ചോദ്യം ചോദിച്ചാൽ ഗോപീഷിനോട് അവസാനിപ്പിക്കാം. എത്ര സ്വർണം പോയി? SITക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? 3 കിലോ ആണോ, 4 കിലോ ആണോ, 500 ഗ്രാം ആണോ, 6 കിലോ ആണോ? എത്ര സ്വർണം പോയി? എവിടെ സുഭാഷ് കപൂർ? 1500 കോടി രൂപയുടെ മറ്റേ അഴിമതി നടക്കിയ സുഭാഷ് കപൂർ അടക്കമുള്ളവർ എവിടെ? ഈ ഇറീഡിയം ഉണ്ടാകുന്ന 500 കോടിയും 1000 കോടിയുടെയും കാര്യങ്ങൾ എവിടെ? പലതും കഥകളായിരുന്നു സാർ, വെറും കഥകളായിരുന്നു. നമ്മളെല്ലാം അമിതാവേശത്തിൽ ആദ്യഘട്ടത്തിൽ എടുത്തു ചാടി. കാര്യം ഹൈക്കോടതിയാണ് ഈ കേസിലെ പരാതിക്കാരൻ, സുവോമോട്ടോ കേസാണ്. ജസ്റ്റിസ് രാജാ വിജയരാഘവനും ജസ്റ്റിസ് ജയകുമാർ സാറിനെ പോലെ പ്രഗത്ഭരായ ജഡ്ജിമാരാണ്. പക്ഷേ SITയുടെ യഥാർത്ഥത്തിൽ പ്രവർത്തനം SITയിൽ തന്നെ സംശയം ജനിപ്പിക്കുന്നതാണ്. അത് ഏറ്റവും ഉറപ്പിച്ചത് തന്ത്രി എന്ന് പറയുന്ന ഇതിലൊന്നും പെടാത്ത ഒരാളെ, യാതൊരു അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരാളെ കള്ളക്കേസിൽ കുടുക്കി തന്ത്രിക്കെതിരെ ഒരു തെളിവുമില്ലാതെ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഞാൻ ഒരു കാര്യം കൂടെ എന്തിനാണ് തന്ത്രിയെ അങ്ങനെ കള്ളക്കേസിൽ കുടുക്കിയത്? ആരുടെ താല്പര്യത്തിന്? കാര്യം CPM-ന്റെ നേരെയുള്ള ചോദ്യം മാറ്റാൻ, വിശ്വാസികളുടെ ഭാഗത്തു നിന്നും കള്ളന്മാരുണ്ടെന്ന് പറയാൻ, പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന പാട്ട് CPM-നെ തിരിഞ്ഞുകൊത്തിയപ്പോ എന്നാ വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കപ്പെടുന്ന തന്ത്രിയും ഈ കേസിലുണ്ടെന്ന് വരുത്താൻ. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ SITയുടെ ആക്ഷൻ കാരണം അവരുടെ വിശ്വസ്ത പോയതാണ്. അങ്ങനെ CPM-ന്റെ താല്പര്യപ്രകാരമാണ് തന്ത്രി ഇതിനകത്ത് പ്രതി ചേർക്കപ്പെട്ടതെന്നാണ് ശ്രീ രാഹുൽ ഈശ്വർ താങ്കൾ വിശ്വസിക്കുന്നതെങ്കിൽ ഇപ്പോൾ PS പ്രശാന്ത് അല്ലല്ല, അങ്ങനെയാണെങ്കിൽ PS പ്രശാന്തിന്റെ ആരോപണവും നിലനിൽക്കില്ലേ? മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദം കൊണ്ടാണ് അദ്ദേഹത്തെ പ്രതി ചേർത്തതെന്ന ആരോപണവും നിലനിൽക്കും. അല്ല, എനിക്കറിയില്ല, PS പ്രശാന്തിയെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ശ്രീ PS പ്രശാന്തിനെ കുറിച്ച് സമാനമായ ആരോപണങ്ങളും മുമ്പും വന്നല്ലോ. അതായത് ഈ SIT ഇന്ന് കാണുന്നതിന് മുമ്പും വന്നല്ലോ. ഈ വിഷയത്തിൽ ഒരു സത്യസന്ധമായ കാര്യം വരണം. 2, ഇതുവരെ ഒരാളെ മാത്രമേ അനുകൂല പരാമർശങ്ങളോടെ കോടതി ജാമ്യം കൊടുത്തിട്ടുള്ളൂ. അത് തന്ത്രി കണ്ഠരര് രാജീവരാണ്. ദയവായി ഓർക്കുക, തന്ത്രി കണ്ഠരര് രാജീവര് മാത്രമാണ്. ഞാൻ പല ചർച്ചകളിലും പറഞ്ഞു, ഒന്നുകൂടെ പറയുന്നു, 6 വർഷം ശേഷം ഹൈക്കോടതി കണ്ടെത്തിയ ഒരു കൊള്ള 6 വർഷം മുമ്പേ തിരിച്ചറിഞ്ഞ് കണ്ടെത്താൻ കണ്ഠരര് ടോം ക്രൂസ് നമ്പൂതിരി എന്നൊന്നും അല്ല കണ്ഠരര് രാജീവരുടെ പേര്. അദ്ദേഹം ഒരു സാധാരണ ദൈവജ്ഞനാണ്, സാത്വികനാണ്, ബ്രാഹ്മണനാണ്, പൂജാരിയാണ്, തന്ത്രിയാണ്. അദ്ദേഹത്തെ മനഃപൂർവ്വം ഈ കേസിൽ വലിച്ചിട്ട് ഈ കേസിന്റെ ഫോക്കസ് കളഞ്ഞത് SIT ആണ്. ഇന്നും തന്ത്രി എന്ത് ഗൂഢാലോചന ചെയ്തു എന്നാ പറയണേ? ഗോപീഷ്, ഒരു ചോദ്യം CPM SIT ഇല്ലാത്തവരോട് ചോദിക്കാൻ പറ്റില്ല, ചോദിക്കണം. തന്ത്രി ഇതിന് എന്ത് ചെയ്തു എന്നാ പറയണേ? തന്ത്രിക്ക് ഇതിൽ എന്ത് ഉത്തരവാദിത്വം ഉണ്ട്? വെളിയിലുള്ള സ്വർണം എടുത്തുകൊണ്ട് പോയി ദേവസ്വം മാനുവൽ അനുസരിക്കാത്ത ദേവസ്വം ബോർഡ്, കൊടുത്തു വിട്ടത് ദേവസ്വം ബോർഡിന്റെ ആൾക്കാർ തിരിച്ചു വരുമ്പോൾ അത് മെഷർ ചെയ്തില്ല. തന്ത്രി ഇതിൽ എന്ത് ചെയ്യാനാണ്? പൂജയുമായി ശ്രീകോവിലിനുള്ളിൽ ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രമാണ് തന്ത്രിക്ക് അധികാരം. ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, അതേപോലെ ഫോർജറി ആൻഡ് ക്രിമിനൽ കോൺസ്പിറസി, ഇതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇവരെല്ലാം ഇതിനകത്ത് കണ്ണി ചേർക്കപ്പെട്ടു എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. തന്ത്രി ഫോർജറി ചെയ്തോ? അല്ല, ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറയുന്നുണ്ട്, ക്രിമിനൽ ഗൂഢാലോചന. അതിൽ ഇതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഈ കാര്യങ്ങളിൽ. അല്ല, അതറിയില്ല. ഓർമ്മയുണ്ട്, അതല്ല രാഹുൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.